വിധി വന്ന് 1.5 മാസം കഴിയുന്നതിന് മുൻപ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾക്ക് പരോൾ നൽകാൻ സർക്കാരിന്റെ നീക്കം. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8-ാം പ്രതി സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷിച്ചത്. പ്രതികൾ പരോളിന് അർഹരാണെന്ന വിചിത്രവാദമാണ് അധികൃതർ ഉന്നയിക്കുന്നത്. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ വിധി വന്ന് കൃത്യം 1.5 മാസം കഴിയുമ്പോൾ തന്നെ പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 8-ാം പ്രതി സുബീഷ്, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവരാണ് പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. 8-ാം പ്രതി സുബീഷ് കൃത്യത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതുമാണ്. നിയമപ്രകാരം പ്രതികൾ പരോളിന് അർഹരാണെന്നാണ് ജയിൽ അധികൃതരുടെ വാദം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ 2 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയാൽ അവർക്ക് പരോൾ നൽകാമെന്നാണ് ജയിൽ അധികൃതരുടെ ന്യായീകരണം. കേസിൽ കൊലപാതകം ചുമത്തപ്പെട്ട 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളും പരോളിന് അപേക്ഷിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ചരമവാർഷിക ദിനത്തിലാണ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള നീക്കവും ഉണ്ടാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ജനം, കോഴിക്കോട്.